ശ്രദ്ധേയമാവുന്നത് റിയാദിൽ നിന്നും പുറപ്പെട്ട ഒരു വിമാനം പാകിസ്ഥാന്റെ എയർ സ്പേസിനോട് ചേർന്ന് യാത്ര ചെയ്യുന്നു എന്നതാണ് സംശയകരമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയത്. അതായത് റിയാദിൽ നിന്നും ദൃശ്യമായിരുന്ന വിമാനം ഇവിടെ ഗുജറാത്ത് തീരത്തോട് ചേർന്ന് പാകിസ്ഥാൻ കറാച്ചി തീരത്തോട് ചേർന്നാണ് യാത്ര ചെയ്തിരുന്നത്. മറ്റെല്ലാ വിമാനങ്ങളും ഈ എയർ മേഖല ഒഴിവാക്കിക്കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഈ വിമാനം മാത്രം ഇതിലെ യാത്ര ചെയ്തു എന്നാണ് ഇപ്പോൾ ഫ്ലൈറ്റ് റഡാറിൽ നിന്ന് ആ ഫ്ലൈറ്റിൻ്റെ സിഗ്നൽ നമുക്ക് ലഭ്യമാവുന്നില്ല. തൊട്ട് മുമ്പ് വരെ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരുന്നതാണ്. അത് നമ്മൾ പരിശോധിച്ചപ്പോൾ റിയാദിൽ നിന്നും ചൈനയിലേക്ക് പോകുന്ന ഒരു വിമാനമാണ്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു സസ്പീഷ്യസ് ആയ ഒരു എയർ ആക്ടിവിറ്റി ഉണ്ടാവുന്നത് എന്നത് തീർച്ചയായും സംശയകരമാണ്. ഇത്തരത്തിൽ വ്യോമപാത അടച്ച ഒരു രാജ്യത്തിന്റെ എയർ സ്പേസിൽ കൂടി ഇങ്ങനെ വിമാനം പോകണമെങ്കിൽ അത് വളരെ കൃത്യമായി തന്നെ പാക് അധികാര കേന്ദ്രങ്ങൾ അറിഞ്ഞ് പാകിസ്ഥാന്റെ വളരെ പ്രധാനപ്പെട്ട ആളുകൾ അറിഞ്ഞു തന്നെ ആയിരിക്കണം അതിൻ്റെ നീക്കം എന്നുള്ളതാണ്. അതിൽ ഒരുപാട് ദുരൂഹതകൾ ബാക്കി വെക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ വളരെ കൃത്യമായ സിഗ്നലുകൾ ലഭിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ലഭ്യമാകുന്ന പശ്ചാത്തലവുമില്ല. പല നീക്കങ്ങളും ദുരൂഹമായ ഒരു രാജ്യത്തിൻ്റെ മറ്റൊരു ദുരൂഹത എന്ന് വേണം കാണാൻ. യെസ് രഞ്ജിത്ത്, നമുക്ക് അതിൻ്റെ അപ്ഡേറ്റ് ലഭ്യമാവുന്നുണ്ട്. ആ ഫ്ലൈറ്റ് ഇപ്പോൾ കൂടുതൽ മറ്റൊരു വ്യോമപാത സ്വീകരിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ഫ്ലൈറ്റാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഫ്ലൈറ്റാണ് നമുക്ക് നേരത്തെ ലഭ്യമായിരുന്നത്. അത് കറാച്ചി തീരത്തോട് ചേർന്ന് പാകിസ്ഥാനോട് തൊട്ടു ചേർന്നാണ് ചൈന ലക്ഷ്യമായിട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ വ്യോമപാതയിൽ മാറ്റമുണ്ടാകുന്നു. അതായത് റിയാദിൽ നിന്ന് വരുന്ന വഴി അതിപ്പോൾ ഇന്ത്യയുടെ മേഖലയിലേക്കാണ് ആ ഫ്ലൈറ്റിൻ്റെ യാത്ര. അതിൻ്റെ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് നോക്കുമ്പോൾ അറിയാം, ഇത് ചൈന സതേൺ എയർലൈൻസിൻ്റെ വിമാനമാണ്. റിയാദിൽ നിന്നും ഷെൻസെൻ, ചൈനയിലെ ഷെൻസെനിലേക്കുള്ള യാത്രാമധ്യയിലാണ് നേരത്തെ ഈ വിമാനം യാത്ര ചെയ്തിരുന്നത്. മറ്റു വിമാനങ്ങൾ യാത്ര ചെയ്തിരുന്നതിൽ നിന്നും വ്യത്യസ്തമായി പൂർണ്ണമായും ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലൂടെയാണ് യാത്ര ചെയ്തിരുന്നത്. അതേസമയം നോക്കുക, 26 എയർപോർട്ടുകൾക്ക് പ്രവർത്തന നിരോധനം ഇന്ത്യയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാകിസ്ഥാനിൽ ഒരു വിമാനങ്ങൾ പ്രവർത്തിക്കുന്നതുമില്ല, വിമാന സർവീസുകളുമില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ ഒരു ഫ്ലൈറ്റ് മാത്രം എന്തുകൊണ്ട് ഈ അതിർത്തിയിലൂടെ യാത്ര ചെയ്തു എന്ന സംശയകരമായ സാഹചര്യമായിരുന്നു മുമ്പുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ വ്യോമപാത മാറി. ഇപ്പോൾ അത് പതിവ് വ്യോമപാതയിലേക്ക് തിരികെ വന്നിരിക്കുന്നു എന്ന് വേണം ഈ റഡാറിലെ സിഗ്നലിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ കാണുന്ന ഈ ഫ്ലൈറ്റാണ് ഇപ്പോൾ ഈ വ്യോമപാത സ്വീകരിക്കുന്നത്. അതേസമയം തൊട്ടു സമയം മുമ്പ് ഈ ഫ്ലൈറ്റിൻ്റെ വ്യോമപാത ഇതിലെയായിരുന്നു, ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി വഴിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് ഈ അതിർത്തിയിലൂടെ അത് സഞ്ചരിച്ചിരുന്നത് എന്ന സംശയകരമായ സാഹചര്യമാണ് ഉള്ളത്. നേരത്തെയും ഇത്തരം സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും പാകിസ്ഥാൻ അവരുടെ വ്യോമപാത അല്ലെങ്കിൽ അവരുടെ എയർബേസ് പൂർണ്ണമായും അടച്ചിട്ട് ചില പ്രധാനപ്പെട്ട നീക്കങ്ങൾക്കൊരുങ്ങുന്നു എന്ന സൂചനകൾ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. 2 സാധ്യതകളാണുള്ളത്. ഒരുപക്ഷെ ഇന്ത്യയുടെ തിരിച്ചടി ഭയന്നുകൊണ്ട് ഒരു തയ്യാറെടുക്കുന്നതാവാം. അതല്ലെങ്കിൽ മറ്റ് വിമാനങ്ങളുടെ അനുമതി നൽകാതെ വ്യോമപാത നിയന്ത്രണ വിധേയമാക്കി മറ്റെന്തെങ്കിലും സാധ്യതകൾക്ക് പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നതാവാം. എന്തായാലും ഈ 2 സാധ്യതയും നമുക്ക് തള്ളിക്കളഞ്ഞുകൂടാ. വളരെ നിരീക്ഷണത്തിലാണ്. നമുക്ക് സൂചിപ്പിക്കാനാവുന്നത് ഇന്ത്യൻ ഇൻ്റലിജൻസ് അടക്കം ഈ നീക്കങ്ങളടക്കം കൃത്യമായ നിരീക്ഷണത്തിൽ തന്നെയാണുള്ളത്. എന്തായാലും ഈ ഫ്ലൈറ്റിൻ്റെ സംശയകരമായ സാഹചര്യമാണ് സൂചിപ്പിക്കാനാവുന്നത്. തീർച്ചയായും അതാണ് നമുക്കത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ നിർണായകമായ പല കാര്യങ്ങളും വ്യക്തമാകേണ്ടതുണ്ട്. ഏതായാലും പ്രതിരോധ മന്ത്രാലയത്തിൽ അതിനിർണായകമായ യോഗങ്ങൾ നടക്കുകയാണ് എന്നുള്ള വിവരം കൂടി നേരത്തെ പുറത്തു വന്നിരുന്നു. 3 നമ്മുടെ സൈനിക മേധാവികളും ഈ യോഗത്തിൻ്റെ ഭാഗമായി പ്രതിരോധ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. സംയുക്ത സേനാ മേധാവിമാരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനിർണായകമായ യോഗം പ്രതിരോധ മന്ത്രാലയത്തിൽ ചേരുന്നു എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ നൽകാനുള്ളത്. സേനാ തലവന്മാരും സംയുക്ത സേനാ മേധാവിമാരും അടക്കം പങ്കെടുക്കുന്നു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് അതിൽ പങ്കെടുത്തുകൊണ്ട് കാര്യങ്ങൾ വിശദാംശങ്ങൾ അദ്ദേഹം തേടുന്നുണ്ട്. ഏതായാലും ഒരു യുദ്ധപ്രഖ്യാപനം ഉണ്ടാകുമോ? കാരണം പാകിസ്ഥാൻ അത്തരത്തിലൊരു പ്രഖ്യാപനം ഇന്ത്യയോട് നടത്തിക്കഴിഞ്ഞു. അവർ പേരിട്ട് തന്നെ ആക്രമണം ആരംഭിച്ചു കഴിഞ്ഞു. ഡൽഹി ലക്ഷ്യമാക്കി പോലും മിസൈൽ അയക്കുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. ഇതിനിടയിലാണ് സുപ്രധാനമായ അതിനിർണായകമായ യോഗം, സേനാ മേധാവിമാരുടെ യോഗം രാജ്നാഥ് സിംഗിന്റെ വസതിയിൽ നടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. രാജ്യത്ത് ഉടനീളമുള്ള ജാഗ്രത ഇതിനകം തന്നെ നമ്മൾ സ്വീകരിച്ച പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കുകയും വേണം. വലിയ തോതിലുള്ള ജാഗ്രത അതിർത്തി സ്ഥലങ്ങളിലടക്കമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്.
അതായത് സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള വ്യാജ പ്രചാരണങ്ങളും ഇന്ത്യക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള വ്യാജ പ്രചാരണങ്ങളും തുടരുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. പാകിസ്ഥാൻ കേന്ദ്രീകൃത സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെയാണ് ഇത്തരം പ്രചാരണങ്ങൾ ഉണ്ടാകുന്നത്. വ്യാജ പ്രചരണം പൊളിച്ച് PIBയുടെ ഫാക്ട് ചെക്കിംഗ് വിഭാഗവും രംഗത്തെത്തിയിട്ടുണ്ട് എന്നുള്ളതും ഏറെ നിർണായകമായ കാര്യമാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി ഈ യുദ്ധം, ഈ തരത്തിലുള്ള ആക്രമണം ആരംഭിച്ച സമയം മുതൽ തന്നെ ഇത്തരം പ്രചാരണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അതിൽ ഇന്ത്യയുടെ വിമാനങ്ങളടക്കം വെടിവെച്ചിട്ടു എന്നൊക്കെയുള്ള വ്യാജ ദൃശ്യങ്ങളടക്കമാണ് ഇത്തരത്തിൽ പാക് അനുകൂല സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരുന്നത്. അതൊക്കെ ഇന്ത്യ വളരെ കൃത്യമായി തന്നെ നിഷേധിക്കുകയും അതിനുള്ള തെളിവുകൾ ലോകത്തിന് മുന്നിൽ ഹാജരാക്കുകയും ചെയ്ത പശ്ചാത്തലം ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. മാർക്കോ റൂബിയോ അസിം മുനീറുമായി സംസാരിച്ചു എന്നുള്ള US സ്റ്റേറ്റ് സെക്രട്ടറി പാക് സൈനിക മേധാവിയുമായി സംസാരിച്ചു എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഇന്ത്യ പാക് ചർച്ചകൾക്ക് സഹായം ചെയ്യാമെന്നാണ് മാർക്കോ റൂബിയോയുടെ പ്രഖ്യാപനം. ഉറപ്പ് പാകിസ്ഥാൻ നൽകിയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. പാകിസ്ഥാനുമായി അമേരിക്കയുമായി ഇന്ത്യയും നിരന്തരമായി സമ്പർക്കം പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ അനവധി ശ്രമങ്ങൾ കൂടി ഈ സമാധാനവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും നിർണായക കാര്യം. സൈത്ത്, ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ നിരവധിയായി നടക്കുന്നുണ്ട്, സംശയമില്ല. അത് ആദ്യഘട്ടം മുതൽ തന്നെ ഈ പ്രചാരണങ്ങൾ വ്യാപകമായി ഉണ്ടായിരുന്നു. അതിന് പിന്നിൽ പല ലക്ഷ്യങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ പൊളിക്കുക, കൃത്യമായ തെളിവുകൾ ഹാജരാക്കിയാണ് നമ്മളതിനെ നേരിട്ടത്. ഇപ്പോൾ ഇത്തരത്തിലുള്ള മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഈ പാക് അനുകൂല സമൂഹ മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്? ഒരു വാസ്തവമില്ലാത്ത പ്രചാരണങ്ങൾ തുടരുന്നതിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഈ ഇന്ത്യക്കെതിരെ തുടർച്ചയായ വ്യാജ പ്രചരണം നടക്കുന്നു. അതിനെ ആയുധമാക്കുന്നത് സമൂഹ മാധ്യമങ്ങളെയാണ്. പ്രത്യേകിച്ച് പാക് അനുകൂല സമൂഹ മാധ്യമങ്ങൾ അത്തരം ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. തുടക്കം മുതൽ അത്തരം അക്കൗണ്ടുകളെ നിരോധിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്തുകൊണ്ടുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുണ്ട്. ഇതിനു പുറമെയാണ് PIBയുടെ ഫാക്ട് ചെക്കിംഗ് വിഭാഗം നിരവധി വ്യാജന്മാരെ കണ്ടെത്തുന്നത്. ഇതിൽ ഇന്നത്തെ ദിവസം ഉയർന്നു വന്ന ചില തെറ്റായ പ്രചരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിലൊന്ന് PIB ഫാക്ട് ചെക്ക് വിഭാഗം കണ്ടെത്തിയത്, അതായത് ഖലിസ്ഥാൻ ഭീകരവാദി ഇന്ത്യക്കെതിരായ തെറ്റായി നടത്തിയ ഒരു പ്രചരണമാണ്. അതിലൊന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഈ ഗുരുദ്വാരകൾക്കെതിരെ ഇന്ത്യയുടെ ബോധപൂർവമായ നീക്കമുണ്ടായി എന്ന കാര്യമാണ്. ഇന്ത്യൻ സേന ഗുരുദ്വാരകൾ ലക്ഷ്യമിട്ടുകൊണ്ട് ബോംബിങ്ങും മിസൈൽ ആക്രമണവും നടത്തിയെന്ന തെറ്റായ പ്രചരണം നടത്തി. അത് തെറ്റ് എന്ന കാര്യമാണ് സോഷ്യൽ മീഡിയ പോസ്റ്റ് പൊളിച്ചടുക്കിക്കൊണ്ട് ഇപ്പോൾ PIB ഫാക്ട് ചെക്ക് വിഭാഗം പറയുന്നത്. മറ്റൊന്ന്, ഇന്ത്യയിലെ 70% ഇലക്ട്രിസിറ്റി ഗ്രിഡുകളും ഫങ്ഷണൽ അല്ല. പാകിസ്ഥാൻ്റെ എയർ അറ്റാക്കിൽ ഇന്ത്യയിലെ 70%വും ഈ ഇലക്ട്രിസിറ്റി ഗ്രിഡുകളും തകർക്കപ്പെട്ടു എന്ന ആരോപണമാണ്. പക്ഷേ ഇത് പൂർണ്ണമായി തെറ്റ് എന്നതാണ് പറയുന്നത്. ഇത് ഡോക്ടർ ഒമർ ചീമ എന്ന് പറയുന്ന എന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ് ഈ പ്രചരണം നടന്നത്. മേജർ സൈബർ അറ്റാക്ക്, 70% ഇലക്ട്രിസിറ്റി ഗ്രിഡ് ഓഫ് ഇന്ത്യ ഹാസ് ബിക്കം ഡിസ്ഫങ്ഷണൽ എന്നതാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇത് പൂർണ്ണമായും തെറ്റാണ് എന്ന് PIB വ്യക്തമാക്കുന്നു. ഒപ്പം മറ്റൊരു